ഗോകുലം ഗോപാലൻ്റെ ചെന്നൈയിലെയും കോഴിക്കോട്ടെയും അടക്കം ഓഫീസുകളിലും വീടുകളിലൊക്കെ റെയ്ഡ് നടക്കുന്നു. ഇതിന് എമ്പുരാൻ വിവാദവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ബന്ധവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കേസ് എമ്പുരാനുമായി ബന്ധപ്പെട്ടതല്ല. അതായത് ഇപ്പോൾ ED ആണ് ഈ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ. പിന്നെ അത് കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് നമ്പർ 66 ആർക്കോട്ട് റോഡ് ആണ് കോർപ്പറേറ്റ് ഓഫീസ്. പിന്നെ നീലങ്കരയിലെ ഒരു ഫാം ഹൗസ്, മറ്റേ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടത്, വടകരയിലെ വീട്, കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ്. ഇവിടെയൊക്കെ ED ആണ് റെയ്ഡ് നടത്തുന്നത്. ED റെയ്ഡ് നടത്തുന്നത് ആദ്യമേ എന്തെങ്കിലും കേട്ടിട്ട് വന്നിട്ട് റെയ്ഡ് നടത്തുന്ന പരിപാടി അല്ല EDയുടെ. ED ഒരു റെയ്ഡിനൊരു സ്ഥലത്ത് വരികയാണെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടൊരു ഇൻകം ടാക്സ് റെയ്ഡ് നേരത്തെ നടന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ ഇൻകം ടാക്സുകാരും മറ്റുമൊക്കെ കയറി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ, പ്രത്യേകിച്ച് ഇൻകം ടാക്സ് അന്വേഷിക്കാൻ കഴിയാത്ത വിവരങ്ങളുണ്ടല്ലോ, വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, PMLA, അതെ, പിന്നെ FEMA വയലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കേസിൽ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കും EDക്ക്. അത് കഴിഞ്ഞിട്ടാണ് EDയുടെ രംഗപ്രവേശം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മറ്റേ വിവാദമായിട്ടുള്ള എക്സാലോജി കേസുകളിലുമൊക്കെ ബാക്കി അന്വേഷണങ്ങളൊക്കെ പിന്നാലെ വരും. ആദ്യം കയറുന്നത് ഇൻകം ടാക്സ് ആണല്ലോ. കർത്തായുടെ അവിടെ ആദ്യം ഇൻകം ടാക്സ് കയറും. അത് കഴിഞ്ഞ് വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും രംഗപ്രവേശം ചെയ്യും. അപ്പോൾ ഈ ഗോകുലം ഗോപാലിൻ്റെ കാര്യത്തിൽ 2017 7 കൊല്ലം മുമ്പ് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നിരുന്നതാണ്. ഗോകുലം ഗോപാലൻ്റെ 78 ലൊക്കേഷനുകളിൽ അന്ന് റെയ്ഡ് നടന്നിരുന്നു, ഇൻകം ടാക്സ് റെയ്ഡ്. അത് 1100 കോടി രൂപ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട റെയ്ഡായിരുന്നു അത്. അതുമായിട്ടും ഇതിന് തീർച്ചയായിട്ടും ബന്ധം ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ കോടമ്പാക്കത്ത് മറ്റേ ഓഫീസ്, ഫാം ഹൗസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകൻ ബൈജു ഗോപാലനും പിന്നെ പ്രവീൺ എന്ന് പറഞ്ഞിട്ടൊരു മരുമകനുണ്ട്. ആ പ്രവീണും ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഫാം ഹൗസ് എന്നാണ് വിവരം കിട്ടുന്നത്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, FEMA, അതിൻ്റെ വയലേഷൻ ഉണ്ട്. പിന്നെ ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി എന്നാണ് ഇതിൻ്റെ പേര്. AM ഗോപാലൻ എന്നാണ് ഗോകുലം ഗോപാലൻ്റെ ശരിക്കുള്ള പേര്. ഗോകുലം ഗോപാലൻ ചെറിയ നിലയിൽ വടകരയിൽ നിന്ന് പോയിട്ട് ചെന്നൈയിൽ ചെറിയ തോതിൽ തുടങ്ങി, ഈ അവിടെ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ തുടങ്ങി വലുതായ ഒരാളാണ്. അപ്പോൾ ബൈജു ഗോപാലൻ പിന്നെ VC പ്രവീൺ മരുമകൻ, അവരുടേതാണ് ഈ ഫാം ഹൗസ് എന്നാണ് പറയുന്നത്. 1968 ഗോപാലൻ ഇത് തുടങ്ങുന്നത്. ഗോകുലം ചിറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ തോതിൽ 7000 കോടി രൂപ വിറ്റുവരവുള്ള സ്ഥാപനമാണത്. വലിയ സ്ഥാപനമാണ്. എല്ലായിടത്തും ഉണ്ടത്. കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങി സകല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ എമ്പുരാൻ്റെ പശ്ചാത്തലം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഈ എമ്പുരാൻ സാധാരണഗതിയിൽ ഈ പെരുപ്പിച്ച കണക്ക് സിനിമയായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമുണ്ടാവും. അത് ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ പെട്ടെന്ന് ഏതോ കോടി ക്ലബിലൊക്കെ കയറിയില്ലേ? അതെ. അപ്പം തന്നെ അതിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളും ഒക്കെ രംഗത്ത് വന്നു. മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ടും ഗോകുലം ഗോപാലിൻ്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ. എമ്പുരാനിൽ ലൈക്ക, സുഭാസ്കരൻ എന്ന് പറഞ്ഞ ശ്രീലങ്കക്കാരൻ്റെയാണ് ഈ ലൈക്ക. വളരെ സംശയാസ്പദമായ കഥാപാത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. അയാൾ എന്തോ കാരണങ്ങൾ കൊണ്ട് പിന്മാറിയപ്പോഴാണ് ഗോകുലം ഗോപാലൻ 70 കോടി രൂപയോ മറ്റോ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ക് ഭയങ്കര സംശയാസ്പദമാണ് ഈ എമ്പുരാൻ്റെ. എമ്പുരാൻ അവകാശപ്പെട്ടിരിക്കുന്നത് സാക് നിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റുകാരാണ് ഈ കണക്ക് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിനിമകളുടെ. അപ്പോൾ സാക് നിൽക്ക് പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം
7 ദിവസം കൊണ്ട് എമ്പുരാന് 230.70 കോടി രൂപ മൊത്തം ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നു. അല്ലാതെ മറ്റേ നിർമ്മാതാവിന് കിട്ടിയെന്നല്ല, മൊത്തം തിയേറ്ററുകളിൽ നിന്ന്. കേരളത്തിലെ 77ഓളം തിയേറ്ററുകളുണ്ടല്ലോ. 230.70 കോടി കിട്ടിയെന്ന് പറയുന്നു. 200 കോടി രൂപ ക്ലബ്ബ് ഒക്കെ സംശയാസ്പദം. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് 98.70 കോടി കിട്ടി എന്നാണ് കണക്കിൽ പറയുന്നത്. വിദേശത്ത് നിന്ന് 132 കോടി രൂപ കിട്ടി എന്ന്. അതാണ് ഇതിനെ വലിയ സംശയ നിഴലിൽ നിർത്തുന്നത്. ഏറ്റവും കൂടുതൽ അതിൻ്റെ പണം വന്നിരിക്കുന്നത് വിദേശത്ത് നിന്നാണ്. പിടിയിട്ടില്ലേ? ഇനി നമുക്ക് വേറെ ചില സിനിമകളുണ്ടല്ലോ അടുത്ത കാലത്ത് ഇറങ്ങിയ, അതിൻ്റെ കണക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ ദുരൂഹത മനസ്സിലാവും. ചാവ വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയല്ലേ? ഇഷ്ടംപോലെ ആളുകൾ ഇന്ത്യയിലും പുറത്തും കണ്ടതല്ലേ? ചാവ 48 ദിവസം, ഇത് ഒരാഴ്ച കണക്കാ പറഞ്ഞ് എമ്പുരാൻ്റെ. ചാവ 48 ദിവസം ഇന്ത്യയിൽ നിന്ന് 709.25 കോടി, 709 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തപ്പോഴും അതിൻ്റെ വിദേശത്തെ എത്രയാണെന്നറിയോ? 91 കോടി രൂപ. ഒരാഴ്ച കൊണ്ട് 132 കോടി രൂപ എമ്പുരാൻ. ചാവ 48 ദിവസം കൊണ്ട് 91 കോടി രൂപയേ ഉള്ളൂ വിദേശത്ത് നിന്ന്. സംശയം വരുന്നില്ല കണക്ക്, വളരെ സംശയാസ്പദമാണ്. സൽമാൻ ഖാന്റെ സിക്കന്ദർ ഇറങ്ങിയല്ലോ, 4 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 100.25 കോടി, വിദേശത്ത് നിന്ന് 40 കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ 1/3 വരുന്നുള്ളൂ. അപ്പോൾ ചാവയുടെയും സിക്കന്ദറിൻ്റെയും വിദേശത്ത് നിന്നുള്ള വരുമാനം 10 മുതൽ 20% വരെയാണ്. ചാവയുടേതും 20% വരുന്നുള്ളൂ. ഇതിൻ്റെത് എമ്പുരാൻ്റെത് 60% വിദേശത്ത് നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് മലയാള സിനിമയൊന്നും അല്ലേ ഇപ്പോൾ? അപ്പം ഏറ്റവും കൂടുതൽ തിയേറ്റർ ഇവിടെയല്ലേ? അതെ. അപ്പോൾ ദിവസം 20 കോടി രൂപ അതിന് കിട്ടിയോ? എങ്കിലെങ്ങനെ? എങ്കിലേ ഈ കണക്ക് ശരിയാവുന്നുള്ളൂ. കണക്ക് ശരിയാകണമല്ലോ. അത് വിദേശത്ത് നിന്ന് 132 കോടി എന്ന് പറയുമ്പോൾ അങ്ങനെ വേണം. നമ്മളിതിന് മുമ്പ് ഈ പ്രേക്ഷകരോട് ഇതിൻ്റെ ഒരു കണക്ക് പറഞ്ഞതാണ്. 777 സ്ക്രീൻ കേരളത്തിൽ, 800 പ്രദർശനം ഉണ്ടെന്ന് വിചാരിക്കുക. 700 തിയേറ്റർ ആകെ, 60 മുതൽ 200 വരെ സീറ്റ്, ശരാശരി 150 സീറ്റ്. ദിവസവും ഇത് ഹൗസ്ഫുള്ളാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 800 × 150 × 4 പ്രദർശനം, 4.8 ലക്ഷം ടിക്കറ്റ് വെക്കുന്നു. ഒരു ടിക്കറ്റിന് 150 രൂപ ശരാശരി എന്ന് കണക്കാക്കുക. 100% സീറ്റും വിറ്റ് പോയാൽ 4,80,000 × 150, 7.2 കോടി ഒരു ദിവസം കിട്ടുള്ളൂ. അത്രേ കിട്ടുള്ളൂ മൊത്തം ഹൗസ്ഫുള്ളായാൽ. അപ്പോൾ 7,49 50 കോടിയല്ലേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മൊത്തം പൊരുത്തക്കേടുകളാണ്. അപ്പോൾ ഇത് നമ്മൾ ഹൗസ്ഫുള്ളായപ്പോഴുള്ള പ്രശ്നമല്ലേ പറഞ്ഞത്. 70% ഓക്യുപ്പേഷൻ ആണെങ്കിൽ 5 കോടിയേ വരുള്ളൂ, 7.2 കോടിക്ക് വരില്ല, 5 കോടിയേ വരുള്ളൂ. അപ്പോൾ ഒരു ദിവസം നിർമ്മാതാവിന് 2.5 കോടി 3.5 കോടിയാണ് കിട്ടുക. 25 ദിവസം ഓടിയാൽ 50 കോടി കിട്ടും കേരളത്തിൽ നിന്ന്. ഇതാണ് അതിൻ്റെ കണക്ക്. 30 ദിവസം ഓടിയാൽ 60 മുതൽ 75 കോടി വരെ കിട്ടും. ഈ ക്ലബിൽ കയറുക എന്ന് പറയുന്നത് ഇതൊക്കെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഈ വിദേശത്ത് നിന്നുള്ള ഇതിൻ്റെ ഈ കണക്ക്, അതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യമായ കുഴപ്പമുണ്ട്. അപ്പോൾ ഗോകുലം ഗോപാലിനെ കോഴിക്കോട് ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ ED. അതെ, സ്ഥലത്തുള്ളതൊക്കെ നോക്കിയിട്ടാണല്ലോ റെയ്ഡ് നടക്കുന്നത്. എന്തുകൊണ്ട് വിദേശത്ത് നിന്ന് 132 കോടി രൂപ, എൻ്റെ 230 പ്രധാന ഭാഗം എന്തുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്നു? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെ. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോരുത്തരും ഇതിനകത്ത് കുടുങ്ങാൻ സാധിക്കും. ഇപ്പം ഗോകുലം ഗോപാലിന് ഏറ്റവും അവസാനം ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഒരാളാണ്. അതിനു മുമ്പ് പൃഥ്വിരാജ് വന്നിരുന്നു. പൃഥ്വിരാജിൻ്റെ ഭാര്യ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, കളമറിഞ്ഞ് കളിക്കണം എന്ന്, അല്ലെങ്കിൽ ആളറിഞ്ഞ് കളിക്കണം. അപ്പോൾ ഇത്തരത്തിലൊക്കെ പറയുന്നത് ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അവരിലേക്കൊക്കെ ഈ അന്വേഷണം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ കടന്നു ചെന്നാൽ ഒരു തെറ്റും പറയാനും പറ്റില്ലല്ലോ. പറയാൻ അത് ലൈക്ക, അതുപോലെ ആൻ്റണി പെരുമ്പാവൂർ, ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. മാത്രമല്ല ഈ
പിന്നെ കളിച്ചിരിക്കുന്നത് കേന്ദ്രത്തിനോടാണല്ലോ. അതെ, കളി ഇത്തിരി കൂടിപ്പോയിട്ടുണ്ടല്ലോ. സത്യം പറയുന്നതിൽ ആർക്കും വിരോധമില്ല. ഗോത്ര ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്. 27 വെട്ട് വെട്ടിയ ശേഷവും RSSന്റെ ഓർഗനൈസർ 5-6 ലേഖനം, ഇന്നലെയും ലേഖനം വന്നിട്ടുണ്ട്. അത് ഖിലാഫത്താണ് അതിൻ്റെ സംഗതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 24 വെട്ട് വെട്ടിയ ശേഷം അവർക്കുള്ള സൗകര്യമുള്ള വെട്ടാണല്ലോ വെട്ടിയിരിക്കുന്നത്. വോളണ്ടറി കട്ടുകളാണ്, സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ള വെട്ടുകളല്ലല്ലോ. അല്ല, അവർക്ക് സൗകര്യമുള്ളതാണ്. അതിൽ മറ്റേ ലഷ്കർ-ഇ തയ്യബ രംഗമൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ചില ഭാഗങ്ങൾ മാത്രമേ ആദ്യത്തെ 20 മിനിറ്റ് ഗുജറാത്ത് കലാപത്തിൻ്റെയൊക്കെ വെട്ടിപ്പോയിട്ടുള്ളൂ. ബാക്കിയല്ല അതുപോലെ തന്നെ കുഴപ്പമുള്ള ഡയലോഗുകൾ, ഖിലാഫത്ത് അജണ്ട, ഈ വക സാധനങ്ങളൊക്കെ, ഖുർആൻ വചനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഫിനാൻസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടി വരും. ശരിക്കും അതിൻ്റെ അകത്ത് പലതരത്തിലും പിടിവരും. പൃഥ്വിരാജിൻ്റെ അവിടെ തന്നെ റെയ്ഡ് നടന്നാലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ അജണ്ട. അപ്പോൾ ശരിക്കും പൈസ മുടക്കിയിരിക്കുന്നത് ആരാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്ത്. അതെ, അത് പൃഥ്വിരാജിൻ്റെ ഇതുവരെയുള്ള സിനിമകൾ അല്ലേ, തീർപ്പ്, അൻവർ, ജനഗണമന, ടിയാൻ, ഇങ്ങനെ ഈ കുറച്ച് പ്രൊപ്പഗൻഡ ഉണ്ടായിരുന്നില്ല. പ്രൊപ്പഗൻഡ പരമ്പരയായി ഇസ്ലാമിക, ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായി മാത്രം എന്തുകൊണ്ട് ഇയാൾ സിനിമകൾ പിടിക്കുന്നു? ഇത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതെ, ദേശാഭിമാനമുള്ളവരും പിന്നെ ദേശവിരുദ്ധത ചോദ്യം ചെയ്യാനും ഒക്കെയാണല്ലോ ഈ ED പോലെയൊക്കെയുള്ള സംഘടനകളുള്ളത്. അവർ ഇത്തരം സംഗതികളൊക്കെ ശ്രദ്ധിക്കും, അന്വേഷിക്കും. അപ്പോൾ EDക്ക് മുമ്പിൽ കൃത്യമായ ചില ഉത്തരങ്ങൾ നൽകേണ്ടി വരും, കൃത്യമായ ഉത്തരങ്ങൾ അല്ലേ. പിന്നെ ഈ വിദേശത്ത് നിന്ന് മാത്രം ഇതിന് 130 കോടി രൂപ എങ്ങനെ വന്നു? 230 കോടിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ, പൊരുത്തപ്പെടാത്ത കണക്ക്. പൊരുത്തപ്പെടാത്ത കണക്കാണ്. 132 കോടി രൂപ വിദേശത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ചാവയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത്രയും പൈസ. ചാവയ്ക്ക് ഇതുവരെ 91 കോടി രൂപയെ കിട്ടിയിട്ടുള്ളൂ വിദേശത്ത് നിന്ന്. ശരിക്കും ദേശാഭിമാനം എല്ലാ ഇന്ത്യക്കാരും കാണുന്ന സിനിമയല്ലേ? അതെ, അതിന് വിദേശത്ത് നിന്ന് ഇതുവരെ 48 ദിവസം കൊണ്ട് 91 കോടി രൂപ. അപ്പോൾ സിനിമ പലപ്പോഴും ഈ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് സിനിമയെ ഉപയോഗിക്കുന്നുണ്ട്. 2 കാര്യം ഉപയോഗിക്കുന്നുണ്ട്. ലോട്ടറി, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലോട്ടറിയിൽ 1ാം സമ്മാനം അടിക്കുന്ന ആൾക്ക് എപ്പോഴും വിളി വരും കള്ളപ്പണക്കാരിൽ നിന്ന്. ഞങ്ങൾക്ക് ആ ടിക്കറ്റ് ഇങ്ങ് തന്നേക്ക്, ഞങ്ങൾ ഇത്തിരി കൂടുതൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും പൈസ വെളുക്കുമല്ലോ, ലോട്ടറി അടിച്ചാണല്ലോ. അതെ, പിന്നെ വെളുക്കാത്ത പണമൊക്കെ വീട്ടിൽ ചക്കിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ആളുകൾ. 2 സിനിമയാണ്. ഒരു സിനിമ പൊളിഞ്ഞു എന്ന് കാണിച്ചാൽ മതിയല്ലോ, ഇതിനു വേണ്ടി ഇത്രയും മുടക്കി. അപ്പോൾ അതിനൊരു കണക്കായി, 70 കോടിയെങ്കിൽ 70 കോടി കണക്കായി. അപ്പോൾ സിനിമ എല്ലാവരും ഇങ്ങനെ വന്ന്, പിന്നെ ഗോൾച്ചിൻ എന്ന് പറഞ്ഞ് ദുബായിലൊരാളുണ്ട്, ഇറാൻകാരൻ, മുഹമ്മദ് ഗോൾച്ചിൻ. അയാളുടേതാണ് കംപ്ലീറ്റ് തിയേറ്ററുകളിൽ അയാൾക്ക് കുത്തകയുണ്ട്. ഗൾഫ് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ്സ് മേടിക്കുന്ന അയാളാണ്. അയാൾ ഇറാനിൽ നിന്ന് ഈ നമ്മുടെ ഹിന്ദി പടങ്ങളൊക്കെ വ്യാജ പതിപ്പുകളൊക്കെ ഉണ്ടാക്കി വിറ്റിരുന്ന ഒരു ചെറിയ മനുഷ്യനായിരുന്നു ആദ്യം. പിന്നെയാണ് വലിയ കുത്തക സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അപ്പോൾ മലയാള സിനിമകളിൽ വലിയൊരു മുതൽ മുടക്ക് നടത്തുന്ന ആളാണ് ഈ മുഹമ്മദ് ഗോൾച്ചിൻ എന്ന് പറയുന്ന ആള്. അയാളുമായിട്ടൊക്കെ ഈ വലിയ താപ്പാനകളുണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ ഇത്യാദികൾ, എല്ലാവർക്കും നല്ല ബന്ധമൊക്കെ ഉണ്ട്. ഇവിടെ ആകപ്പെട്ട ഒരാളുടെ സഹോദരൻ ഈ ഗോൾച്ചിൻ്റെ കൂടെ ജോലിയും ചെയ്തിരുന്നതാണ് ദുബായിൽ. മനസ്സിലായി കാണും. അപ്പോൾ ഇങ്ങനെ സിനിമയെ കള്ളപ്പണത്തിന് വേണ്ടി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം റെയ്ഡുകളൊക്കെ നമ്മുടെ ദേശവിരുദ്ധ ശക്തികൾക്കെതിരായ റെയ്ഡിൻ്റെ ഭാഗമാണ്. പെട്ടെന്ന് ഇതിൽ ഗോകുലം ഗോപാലൻ കയറി ഇടപെട്ടതും ഒക്കെ, ലൈക്ക പിന്മാറിയതും ഒക്കെ ഇത് വലിയ ഇതാണ്. ഒന്നാമത് ഇവിടുത്തുകാരനല്ല ഈ സുഭാസ്കരൻ്റെ പേര് ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ നിലനിർത്തിയിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.